നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, ചിറ്റെഴുത്ത് തറവാട്ടിലെ മൂത്ത കാരണവർക്കും അനിയന്മാർക്കും നിർബന്ധം. അപ്പോ ഞാനും മമ്മി എതിർപ്പ് പറഞ്ഞില്ല. പറയരുത്, കാരണവന്മാർ എതിർത്ത് ഒന്നും പറയരുത്. പറഞ്ഞില്ല. നാളെ എന്റെ റിലേറ്റീവ്സ് അരവിന്ദന്റെ വീട് കാണാൻ ആയിരപ്പറയിലേക്ക് പോകാനിരിക്കുക. അച്ഛൻ വേണം അവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാൻ. അതൊരു അച്ഛന്റെ അധികാരമല്ലേ, ഞാൻ കൊണ്ടുപോവരെ. മാഷ് അവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും? അയാള് വകതിരിവ് ഒട്ടുമില്ലാത്തവനാണെന്ന് മാഡത്തിന്റെ ബന്ധുക്കളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. മോള് ധൈര്യമായിട്ടിരിക്കേ. അത് മതി. അവിടെ വെച്ച് എന്റെ റിലേറ്റീവ്സ് നാണം കെടരുത്. നാണം കെടാനോ? അതിന് മോളുടെ ഈ അച്ഛൻ സമ്മതിക്കോ? അതറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ അച്ഛനെ വിളിച്ച് കാര്യം പറയുന്നത്. ഉണ്ട്. വീട് കാണൽ ചടങ്ങ് കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ താമസിക്കുന്ന വീടിന്റെ പന്തല് പണി തുടങ്ങണം. അങ്ങനെ ഓരോ കാര്യങ്ങളില്ലേ, എല്ലാം അച്ഛൻ വേണ്ടേ നോക്കി നടത്താൻ. മോള് വെറുതെ കൈ കെട്ടി നോക്കിയെന്നാ മതി, എല്ലാം ഈ അച്ഛൻ നോക്കിക്കൊള്ളാം. ദേ, കല്യാണം കഴിച്ച മണിയറയിലേക്ക് കേറുന്നവരെ ഈ അച്ഛന്റെ ഉത്തരവാദിത്വം. അച്ഛന് ചായയും കാപ്പിയൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത്? വാ, നമുക്ക് ഊണ് കഴിക്കാം. ഓ, അതിനൊക്കെ ഇനി പുറത്തോട്ടൊക്കെ പോണ്ടേ മോളെ? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് ഷെയർ ചെയ്യാം. സാധാരണ മദ്യമല്ലേ ഷെയർ ചെയ്യാറ്? എന്താ അച്ഛാ? ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞതാ. എന്ന് വാ കഴിക്കാം. പിന്നെന്താ? വാ. ഓ, ആകാശേ, ഫുഡ് കൊണ്ടുവന്നില്ലേ? വാ, നമുക്ക് ഷെയർ ചെയ്യാം. ഏയ്, ചാരു കൊണ്ടുവരും, നിങ്ങൾ കഴിക്കും. ഇരിക്ക്. എന്താ, ഇരുന്ന് കഴിക്ക്. അച്ഛനിരിക്ക്. അല്ല സൗമ്യ, സൗമ്യ സൗമ്യ എന്താ പറഞ്ഞേ? ഫുഡ് ഷെയർ ചെയ്യാന്നല്ലേ? അതെ, വായിരിക്കെ. വേണ്ട സൗമ്യ, താങ്ക്സ്. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രത്യേകം കുക്ക് ചെയ്താ എനിക്ക് ചാരു ഫുഡ് കൊണ്ടുവരുന്നേ, അതും നല്ല ചൂടോടെ. ഇതിനു മുമ്പും ഞാനിവിടെ ഓഫീസിൽ വന്നിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും ആരും എന്നോട് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ടില്ല. എന്തിന്, ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടിയിട്ടില്ല. ഇന്നെന്റെ മോള് ഈ അച്ഛന്റെ വിശപ്പ് മാറാൻ വേണ്ടി കൂടെ ഇരുത്തി ദേ എനിക്ക് ഭക്ഷണം വിളമ്പി തന്നില്ലേ. നല്ല മനസ്സാ എന്റെ മോക്ക്. അങ്ങനെയൊന്നും പറയല്ലേ അച്ഛാ. എന്റെ കല്യാണം നടത്തി തരാൻ പോകുന്നത് അച്ഛനല്ലേ? ആ സ്നേഹം എനിക്കുണ്ടാവില്ലേ? ചേട്ടാ, സോറി കേട്ടോ, കുറച്ച് ലേറ്റ് ആയി പോയി. പെട്ടെന്ന് കൈ കഴുകിട്ടോ. നീ ഇപ്പൊ എത്തുമെന്ന് എനിക്ക് അറിയായിരുന്നു. കൈ കഴുകി നിന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. അക്കുചേട്ടൻ എന്തൊരു ക്ഷീണം പോലെ, കഴിക്കാൻ ലേറ്റ് ആയതുകൊണ്ടാണോ?
സോറി, ഇന്ന് നോൺ ഇല്ല കേട്ടോ, വെജിറ്റേറിയനാ. നീ നോൺ ഉണ്ടാക്കിയാലും വെജ് ഉണ്ടാക്കിയാലും അതിന്റെ ടേസ്റ്റ് വേറെയാ. ആ ടേസ്റ്റിൽ കഴിക്കാനും വേണം ഒരു യോഗം. വാവ്, എന്തൊരു ടേസ്റ്റ്! നീ പറഞ്ഞത് ശരിയാ. നീ ഉണ്ടാക്കിയത് കഴിക്കണമെങ്കിലും വേണം ഒരു യോഗം. നിനക്കേ ചാരു എന്നല്ല ശരിക്കും പേര് വേണ്ടത്, അന്നലക്ഷ്മി എന്നായിരുന്നു. രാജേന്ദ്രൻ സാറേ, സൗമ്യേച്ചി, ദേ, എല്ലാവർക്കും ചേർത്താണ് ഞാൻ കറി കൊണ്ടുവന്നിരിക്കുന്നത്. ആ, നമ്മളെ ചൊറിയാനാ ഇതൊക്കെ. അവക്ക് ഞാൻ 2 എണ്ണം കൊടുക്കട്ടെ? വേണ്ട, നമ്മളെപ്പോലുള്ളവർ ഇവരോടൊന്നും സംസാരിക്കാൻ പോണ്ട. അതെ ചാരു, ഇന്നെന്താ നോണില്ലെന്ന് പറഞ്ഞത്? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട് രാജേന്ദ്രൻ സാറേ, എനിക്ക് നോൺ കഴിക്കാൻ പാടില്ല ഇന്ന്. ഓ, ആ, എന്റെ അച്ഛന്റെ ശ്രാദ്ധ. ദേ, വെള്ളം കുടിക്കേ. ശ്രാദ്ധമല്ലേ, അച്ഛന് ഇഷ്ടപ്പെട്ടതൊക്കെയാ ഉണ്ടാക്കിയത്. ജീവിച്ചിരുന്നപ്പോഴോ കഴിക്കാൻ പറ്റിയില്ല, പാവം. ഡീ, നിനക്ക് ഞാൻ 2 എണ്ണം തരണമെന്ന് വിചാരിച്ചതാ. മാഡം പറഞ്ഞോണ്ടാ ഞാൻ ക്ഷമിച്ചത്. നിന്നെ ഞാൻ